വോയിസ് ഓഫ് ചർച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അതിനേക്കാൾ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇത്തവണ ഈ എപ്പിസോഡിലൂടെ പിതാവ് നമ്മളോട് പറയുന്നത്. പിതാവെ, നമ്മുടെ വിശ്വാസ പരിശീലന രീതി കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പുതിയ തലമുറയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ വിശ്വാസ പരിശീലന രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഈ വിശ്വാസ പരിശീലന രീതിയിൽ നമുക്കൊരു പരിഷ്കാരം, ഒരു പുതുക്കലുകൾ ഒക്കെ, കാലോചിതമായ മാറ്റങ്ങൾ ഒക്കെ ആവശ്യമല്ല. എന്താണ് പിതാവിൻ്റെ ഒരു അഭിപ്രായം? വിശ്വാസ പരിശീലനം ഒരു രൂപതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ പാസ്റ്റർ ഈസ് ടു ടീച്ച്. ചീഫ് ഡ്യൂട്ടി ഈസ് ടു സെലിബ്രേറ്റ് ദ മാസ്. രണ്ട് കാര്യങ്ങളാണ്. ഒരെണ്ണം പ്രൈമറി, ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാന, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് രണ്ടിനും ശ്രദ്ധിച്ചാൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കേന്ദ്രമുണ്ട്, അച്ഛന്മാർ അധ്യാപകരായിട്ടുണ്ട്, പിന്നെ ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ കാറ്റീസിയൻ ടീച്ചേഴ്സ്. അങ്ങനെ വിപുലമായൊരു പദ്ധതിയാണ് ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. എങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മളെ പലപ്പോഴും ഈ നിരാശപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എത്ര കൊല്ലങ്ങളാവുക കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷങ്ങൾ ഈ മതബോധനം നടത്തിയതിന് ശേഷം കുട്ടികൾ കോളേജുകളിലേക്കും ഒക്കെ പോയി കുറേ കഴിയുമ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു, സഭയോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വേദപാഠത്തിന് വരുന്നവരൊക്കെ നല്ല കുട്ടികളാണ്. 5 കൊല്ലമൊക്കെ 10ാം സ്റ്റാൻഡേർഡൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പോകുന്നവർ കോളേജിൽ ചേരുന്നവർ നല്ല കുട്ടികളാണ്. പിന്നെ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരിങ്ങനെ സഭയിൽ നിന്ന് അകന്നു പോകുന്നു, വിശ്വാസം അകന്നു പോകുന്നു, പ്രാർത്ഥനയില്ലാതാകുന്നു. ഇതൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയുമായിട്ടും അകന്നു പോകാൻ കാരണം എന്താണ്? അവർക്കൊന്ന് സോൾഡേഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? വാസ്തവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മതബോധനം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം ഇത് പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ ശരിക്കറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളതായിരുന്നു. ഞാൻ ഈ പുസ്തകത്തിൽ പഠിക്കുന്ന പോലെ ആര് പറഞ്ഞ പോലെ ഒരു നിരീശ്വരന് വേണമെങ്കിൽ ഡോക്മായിൽ തിയോളജിക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ സാധിക്കും. അയാൾക്ക് വിശ്വാസമില്ലെന്നുള്ളൂ, പക്ഷേ അയാൾക്ക് അറിവുകളെല്ലാം, ബൈബിളിൻ്റെ അറിവെല്ലാം ഉണ്ട്. അയാൾക്ക് വേണ്ടി ഡോക്ടറേറ്റ് എടുക്കാം. പക്ഷേ അയാൾക്ക് കർത്താവ് യേശുവിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇത്ര കൊല്ലം മതബോധനത്തിൽ കൂടെ കടന്നുപോയെങ്കിലും എനിക്ക് യേശുവിനെ ശരിക്കും അറിയാനോ സ്നേഹിക്കാനോ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഹോൾഡില്ല. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. യേശുവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കലാണ്, ഒരു പൂർണ്ണമായ സ്നേഹമാണ്. അവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. എൻ്റെ ആഗ്രഹമനുസരിച്ച് ഈ മതബോധനത്തിൻ്റെ ആ ലക്ഷ്യം കർത്താവിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളതാക്കണം. യേശു 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് പത്രോസിനോട്. ആദ്യത്തെ ചോദ്യം, നിനക്കെന്നെ അറിയാമോ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പത്രോസിനോട് ചോദിച്ചു, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? ഈ 2 ചോദ്യങ്ങൾ സഭ മുഴുവനോടും ഈശോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മതബോധനമൊക്കെ വിശ്വാസ പരിശീലനമൊക്കെ കഴിഞ്ഞു. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം, നിനക്ക് സത്യത്തെ എന്നോട് സ്നേഹമുണ്ടോ? ഇത് രണ്ടിനും പോസിറ്റീവായിട്ട് മറുപടി കിട്ടിയെങ്കിൽ ആ കൊച്ചിനൊരിക്കലും ഉപേക്ഷിച്ച് പോവുകയില്ല. കാരണം ഇപ്പോൾ ഒരാളുടെ പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ അതുപോലെ അറ്റാച്ച്ഡായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റിയില്ല. അതുപോലെ അറ്റാച്ച്ഡായി പോയിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വിട്ടുപോകുന്നു. ആ ഫ്രാൻസിസിനൊക്കെ ഇപ്പോൾ ഒരു പുതിയ ഓറിയൻറ്റേഷനോടുകൂടി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം കാറ്റീസിൻ്റെ വാർഷികമൊക്കെ വെച്ചപ്പോൾ ഒരു ധ്യാനമായിട്ടാണ് വെച്ചത്. യേശുവിനെ അറിയാൻ സ്നേഹിക്കണം, അതിനുള്ള ഒരു പ്രാരംഭമായിട്ട് ഒരു ധ്യാന രൂപത്തിൽ പരിപാടി നടത്തി. ഒത്തിരി നന്നായിരിക്കുന്നു എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിചാരത്തിൽ മുന്നോട്ട് പോകണം. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അക്കാഡമിക് ആയിട്ടൊരു പെർഫെക്ഷനിലാണ്. എല്ലാം വലിയ ക്ലാസ്സുകൾ, സിമ്പോസിയംസ്, അത് ഇതുമൊക്കെ. അതിന് പ്രഗത്ഭരായ ആൾ വന്ന് സംസാരിക്കുന്നു. ഒരു ഉപകാരം ഉണ്ടാകില്ല. എല്ലാം കൂടി ഒരു ബഹളം. ഈ ചരിത്രവും വിശ്വാസവും സയൻസും പഠിപ്പിക്കുന്നവരല്ലല്ലോ ഇതിന് വേണ്ടത് ശരിക്ക് വിശ്വാസം വേണം, പിന്നെ സ്നേഹവും വേണം. ഇത് രണ്ടും ഇല്ലാതെ
പഠിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പോളാറാമൻ പറഞ്ഞു ഇങ്ങനെ ഇവാഞ്ചലൈസേഴ്സ് അവർ ഇവാഞ്ചലൈസ് ചെയ്യുകയും വേണം, സാക്ഷ്യം കൊടുക്കുകയും വേണം. 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രസംഗിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അത് നല്ലതാണ്. പക്ഷെ അത് മാത്രം പോരാ, അതേ സമയത്ത് വിറ്റ്നസ് ആയിരിക്കണം, സാക്ഷികളായിരിക്കണം. ഇത് രണ്ടും കൂടി ഒത്തുവരുന്നതാണ് ശരിക്കുള്ള മതാധ്യാപനം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ മതാധ്യാപനത്തിൽ ഒത്തിരി അറിവുള്ളവർ മാത്രമല്ല, കർത്താവിനോട് ശരിക്കും സ്നേഹമുള്ളവർ, അവരെ വേണം വിനിയോഗിക്കാനായിട്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത് കേട്ട് മാത്രമല്ല, അതിലും കൂടുതലായിട്ട് കണ്ടാണ് പഠിക്കുന്നത്. ഒരു മതാധ്യാപകൻ നല്ലവനാണെങ്കിൽ അയാളെ നോക്കിയിട്ട് കണ്ടിട്ട് പഠിക്കുന്ന ആളിൽ നിന്ന് പഠിക്കുന്നു. ഞാൻ മാനന്തവാടിയിലായിരുന്നപ്പോൾ കുട്ടികൾ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേരണം, കഴിയുന്നിടത്തോളം കുർബാന സമയത്ത് കുർബാന സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ലേ ചെയ്ത്. ഞങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് പള്ളിയിലേക്ക് കാറ്റഗീസ് കഴിഞ്ഞ് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ 10-20 പേരുണ്ടെങ്കിൽ ആ 20 പേരെയും കൊണ്ട് ഒരു വശത്തേക്ക് കൂടെ വാ, അവരുടെ കൂടെ നിൽക്ക്, കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക, കുർബാനയിൽ പങ്കുചേര്. എന്നിട്ട് കുർബാന സ്വീകരിക്കാൻ സമയമാകുമ്പോൾ ടീച്ചർ ആദ്യം പോയി കുർബാന സ്വീകരിക്കുക. അവർക്ക് വേറെ ഒരു ഉപദേശവും കൊടുക്കണ്ട. പരീക്ഷിച്ച് നോക്കി. ഈ പറഞ്ഞതുപോലെ അധ്യാപകൻ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നു, വന്നിട്ട് പോയി കുർബാന കാണുന്നു, വളരെ ഭക്തിയോട് ടീച്ചർ നിൽക്കുന്ന പോലെ അവർ നിൽക്കുന്നു, പാടുന്നു. എന്നിട്ട് കുർബാന കഴിക്കുന്ന സമയമായപ്പോൾ ടീച്ചർ ആദ്യം എഴുന്നേറ്റ് പോകുന്നത് കുട്ടികൾ ഓരോരുത്തരായിട്ട് പുറകെ പോയി കുർബാന കൈക്കൊള്ളുന്നു. ഒരു പഠനവും കൊടുത്തില്ല, പക്ഷേ ആ ഫിറ്റ്നസ് അത് വളരെ ശക്തമായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ മതബോധനത്തിൽ ഒരു ഓറിയൻറ്റേഷൻ മാറ്റണം എന്നുള്ള, ഇപ്പോൾ ഫ്രാങ്ക് പറഞ്ഞപ്പോൾ അതെനിക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പിതാവ് പറഞ്ഞ വലിയൊരു ആശയമാണ്. അക്കാഡമിക് ലെവലിലേക്ക് അല്ല മതപരിശീലനത്തിനെ കൊണ്ടുപോകേണ്ടത്, മതപഠനത്തെ കൊണ്ടുപോകേണ്ടത് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുക, ആ സ്നേഹത്തണലിൽ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് പിതാവ് നമ്മളോട് പറയുന്നത്. തൃശ്ശൂരിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജാണ്. ഈ കോളേജ് ആരംഭിക്കുമ്പോൾ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് 50% സീറ്റുകൾ കിട്ടും എന്ന വാഗ്ദാനമാണ് ഉണ്ടായിരുന്നത്. 50% സീറ്റ് മെറിറ്റ്, 50% സീറ്റ് മാനേജ്മെൻറ്റ് കോട്ട. അപ്പോൾ സമൂഹത്തിന് 50% സീറ്റ് കൊടുക്കാൻ പറ്റാവുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സീറ്റും മെറിറ്റ് സീറ്റാക്കി ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. സഭാ സമൂഹത്തിന് ഒരു സീറ്റും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാ സീറ്റും മെറിറ്റ് ആക്കിയിരിക്കുന്നു. ഇത് വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ബാധ്യതയായി മാറിയോ? അങ്ങനെ എന്താണ് പിതാവിൻ്റെ ഒരു അഭിപ്രായം? മെഡിക്കൽ കോളേജിന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പായിട്ട് വളരെ വിശദമായ, വിശാലമായ, ആഴമായ പഠനങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. പല മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി. ഞാൻ ഈ തൃശ്ശൂരുള്ള വിദഗ്ധരെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവരിരുന്ന് കണക്ക് കൂട്ടിയിട്ട് ഇതിന് എന്തുമാത്രം പൈസയാകുമെന്നും ഇത് എന്തുമാത്രം കടമെടുക്കേണ്ടി വരുമെന്നും അത് എത്ര കൊല്ലം കൊണ്ട് വീട്ടാൻ പറ്റുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ ദേ ആർ റിയലി എക്സ്പെർട്സ് അവിടെ ഇരുന്ന് പഠിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം ശരിക്കും പഠിച്ചിട്ട് തീരുമാനിച്ചത് വേണോ വേണ്ടോ എന്നുള്ളത്. അത് ഇത്ര കൊല്ലത്തിനകം ഇത് എല്ലാം ശരിപ്പെട്ട് കിട്ടിക്കോളും, പേടിക്കണ്ട എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് സമ്മതിച്ചു കൊടുത്തത്. അങ്ങനെ അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഈ അന്നത്തെ ഫീസ് വരവനുസരിച്ചൊക്കെയാണ് കണക്ക് കൂട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് 50 100 വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് വേണ്ട, 50 ആണെങ്കിൽ 50 മതി. അത് നമ്മളങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അന്ന് നമ്മുടെ ACANഒക്കെ ഇവിടെ ഒന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മെഡിക്കലുകൾ സംബന്ധിച്ചിട്ട് ആശ്വാസം കിട്ടിയ ഏക സ്ഥലം തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ഗദ്ഗതത്തോടെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കണക്കൂട്ടി മുന്നോട്ട് പോയതായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ സംഭവം ഉണ്ടായതിപ്പം നമുക്ക് 50 സീറ്റ് മാനേജ്മെൻറ്റിന്, ബാക്കി 50 ഗവൺമെൻറ്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രശ്നമായെങ്കിൽ പോലും നമുക്ക് അഡ്മിഷൻ നമുക്ക് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും കോളേജിൽ കൊണ്ടായപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ കുറേ പേർക്കെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിക്കാത്ത വിധത്തിൽ മുഴുവനും മെറിറ്റിലാക്കി തീർത്തു.
അതിനുശേഷം ഈ ഫീസ് ഈടാക്കുന്നത് അത് കോടതി അറിഞ്ഞും ഇതിൻ്റെ പ്രത്യേക ബോർഡ് കൂടിയൊക്കെയാണ്. അങ്ങനെ അവർ കൂടി തീരുമാനിച്ച് നമുക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാവുന്ന ഉള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് തീരുമാനിച്ച് നമുക്ക് ഇത്ര ഒരു കുട്ടിയോട് ഒരു മാസം ഇത്ര പൈസ വാങ്ങിക്കാം, ഒരു കൊല്ലം ഇത്രയും പൈസ വാങ്ങിക്കാം എന്നുള്ള തീരുമാനിച്ചു. അതേ സംബന്ധിച്ച് നമുക്ക് ഡിസഗ്രീമെൻ്റ് ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാമായിരുന്നു. അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു, നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടത്തക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ അവസാന കാലത്ത് വന്നപ്പം ഇനിയും ഇത് കൂട്ടണോ, പിള്ളേരുടെ ഫീസ് വാങ്ങിക്കുന്ന ഇനിയും കൂട്ടണോ, അതില്ലാതെ ഗവൺമെൻറ് കോളേജും മുന്നോട്ട് പോകുമോ ഇതെല്ലാം വന്നപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ നമ്മുടെ ഈ പ്രൈവറ്റ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്സ് പറഞ്ഞത് കൂട്ടണ്ടെന്നാണ്. ഞാൻ വാസ്തവത്തിൽ വളരെയധികം അഭിമാനിക്കുകയാണ്. അത് കൂട്ടണ്ടെന്ന് പറഞ്ഞു, ഇത് മതി, ഞങ്ങൾ ഇതുകൊണ്ട് നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ അതല്ലെങ്കിൽ കൂട്ടുകയാണെങ്കിൽ അവർക്ക് പാവം കുട്ടികൾക്ക് അതിന് കൂടുതൽ ഭാരം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ഈ പൈസയുടെ അടിസ്ഥാനത്തിൽ ആ ഫീസിൻ്റെ പിരിവ് കൊണ്ട് കോളേജ് മുന്നോട്ട് പോകുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പം എന്നോട് ഫ്രാൻസിസ് പള്ളിക്കുന്നത്തച്ഛനൊക്കെ പറഞ്ഞത് അവർക്ക് ആ പൈസ കൊണ്ട് കോളേജ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും, പിന്നെ അത്യാവശ്യമുള്ള വരുന്ന കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പഴയതുപോലെ അത്ര എളുപ്പം അല്ലെങ്കിൽ പോലും ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമൊന്നുമില്ല. അങ്ങനെ പോകുന്നു. പിന്നെ നമുക്കുള്ള പ്രശ്നം നേരത്തെ ഫ്രാങ്ക് പറഞ്ഞതുപോലെ നമുക്ക് സീറ്റൊന്നുമില്ല, നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മെറിറ്റ് മാത്രമാണ് അടിസ്ഥാനം. അതുകൊണ്ട് മെറിറ്റ് ഉണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. പലർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജ് നടത്തിയിട്ട് നിങ്ങൾക്ക് സീറ്റില്ലെന്ന് എന്നായി പറയുന്നത്, തന്നേ ഒരു സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യും. അതേസമയത്ത് നമ്മുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ പറയുകയും ചെയ്യുന്നു. പറഞ്ഞിട്ടത് അവർക്ക് മനസ്സിലാകില്ല. എങ്കിലും അതുകൊണ്ട് എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അത് റെക്കമെൻഡേഷൻ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്കൊരു ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളൊരു കഷ്ടകാലം നമുക്ക് വരുന്നുണ്ടെന്നുള്ള തീർച്ചയാണ്. അതിനപ്പുറത്ത് നമുക്ക് കോളേജ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത് പ്രശ്നമില്ല. കാരണം നമ്മുടെ ഉദ്ദേശം കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞാൻ ഒരു സൊല്യൂഷൻസിൻ്റെ അവരുടെ സഭയുടെ വിഷൻ ആൻഡ് മിഷൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം പറഞ്ഞിരിക്കുകയാണ്. സൊല്യൂഷൻസിനെയാണ് കോളേജ്, ഒന്നാന്തരം കോളേജ്. അഡ്മിഷൻ കിട്ടാനായിട്ട് ക്യൂ നിൽക്കുന്നവർ, പക്ഷേ ആ ക്യൂ നിൽക്കുന്ന അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജിൽ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ കുട്ടി വന്ന് അച്ഛനോട് പറയുകയാണ്, പ്രിൻസിപ്പൽ അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഞാൻ നാളെ മുതൽ വരുന്നില്ല കേട്ടോ. എന്ത് പറ്റി മോളെ? പൈസയില്ല. എൻ്റെ ചാച്ചൻ പറഞ്ഞു പൈസയില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് ഇനി പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ഒത്തിരി സങ്കടമാണ്, പക്ഷേ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചാച്ചൻ എന്ത് പറയാം, നിനക്ക് വേണ്ടി എന്തുമാത്രം പൈസ കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? ചാച്ചന് 1000 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം ചെയ്യുക, 1000 രൂപ കൊടുത്തിട്ട് പോയി കോളേജിൽ കയറി പഠിക്കുക. അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ കോളേജ് നടത്തുന്നത് ഒരു കുട്ടിയുടെ 10,000 രൂപയൊന്നും 20,000 വാങ്ങിക്കാനല്ല, ആ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ മിഷൻ, ഞാനത് ചെയ്യുന്നു. എത്ര സുന്ദരമായിരിക്കുന്നു. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ ഒരു കൊച്ചിൻ്റെ സ്ഥാനത്ത് ഒരു 50,000 കൊടുത്ത് കയറാനുള്ള കുട്ടികൾ നോക്കുന്നിപ്പുണ്ട്. അതില്ല, വേണ്ട, എനിക്കത് വേണ്ട, ആ കുട്ടി പഠിക്കണം, ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം മെഡിക്കൽ കോളേജ് പൈസയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സൊരിക്കലും ആ ചിന്തയെ കയറിയിട്ടില്ല. ഇതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നുള്ളേ. അതില്ല, അത് വേണ്ട. അതേ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഒരുവിധമുള്ളവരൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം, ഒരു നല്ല ഭാവി അവർക്കുണ്ടാകണം. ഇതൊക്കെ നമുക്ക് ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ഈ ഫ്രാങ്ക് ചോദിച്ചൊരു ചോദ്യം പിന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ കോളേജ് നടത്താൻ പറ്റുമോ പറ്റിയില്ലയോ? പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ സമീപിക്കും. അപ്പോൾ അതിനവരൊക്കെ പരിഹാരം കണ്ടു തരികയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുള്ളൂ. 100% സീറ്റും ഗവൺമെൻറ് ഏറ്റെടുത്തു, മെറിറ്റിലാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് പോലും കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് ഘടന ഈടാക്കുന്നത് ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റിലുള്ള മെഡിക്കൽ കോളേജുകളാണെന്നുള്ളതാണ് പിതാവ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതിൽ
മിക്കവരും കത്തോലിക്ക സഭയോടും സഭാ മേലധികാരികളോടും വളരെയധികം വിധേയത്വവും സ്നേഹവും ആദരവും എല്ലാം പുലർത്തുന്നവരാണ്. പക്ഷേ വളരെ ചുരുക്കം ചിലർ അതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴോ മറ്റോ എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വിമർശകരായി മാറുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. അതേക്കുറിച്ച് പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ നന്മകൾ സ്വീകരിച്ചിട്ട് അവസാനം ചീത്ത പറഞ്ഞിട്ട് പോവുക, പിണങ്ങിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് വലിയ കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചറല്ല, എങ്കിൽ പോലും ഇതുപോലെ ഉണ്ടാകാറുണ്ടെന്നുള്ളത് സത്യമാണ്. വെറുതെ ഒരു പിണക്കം അങ്ങനെ ഉണ്ടാകുകയില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം കാണണമല്ലോ. അപ്പോൾ അവരുടെ വാസ്തവത്തിൽ പിന്നെ അത് നമ്മൾ കണ്ടുപിടിച്ച് തിരുത്താനുള്ള ഒരു സന്നദ്ധ നമുക്കുണ്ടാകണം. എൻ്റെ ഒരു അനുഭവം, ഞാൻ മാനന്തവാടിലായിരുന്നപ്പോൾ അധികം അച്ഛന്മാരിലല്ല, പക്ഷേ അച്ഛന്മാരെല്ലാം വളരെ ക്ലോസാണ്. കാരണം അത്ര സൗകര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നത്. അങ്ങനെ ഒരു അച്ഛൻ, ഞാൻ പണ്ട് തലശ്ശേരിയിൽ വെച്ച് സെമിനാരിൽ വെച്ച് പഠിപ്പിച്ചൊരു സെമിനാരിക്കാരനാണ്, പിന്നീട് അവൻ അച്ഛനായതാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഈ പുള്ളി തന്നെ, ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഞാനതിൽ കടന്നു പോയി. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ചിരിച്ചൊന്നുമില്ല. വളരെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എപ്പം കണ്ടാലും ഈ പുള്ളി അതിന് മാറിപ്പോവുക, ചിരിക്കുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു, ഇതെന്താ, നിനക്കെന്നാ പറ്റി, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട് പിതാവേ, എന്നതിൻ്റെ പ്രശ്നം? കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ആഘോഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പിതാവ് എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. ആ ഒരു ചിരിക്കാത്ത ആ പ്രശ്നം ഒരു കൊല്ലത്തോടും വെച്ചുകൊണ്ടിരുന്ന് ആ പാവം മനോവേദന അനുഭവിച്ചു. എന്നാൽ ഞാൻ ചിരിക്കാതെ മനഃപൂർവ്വമായിട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ അച്ഛനോട് നല്ല സ്നേഹവുമാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് കടന്നുപോയി, ഞാനെന്തോ വ്യഗ്രതയിലും കടന്നുപോയപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പോലും എനിക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഒരു കാരണമുണ്ട്. ഈ അച്ഛൻ പിണങ്ങി നടക്കുന്നെങ്കിൽ ചുമ്മാ പിണങ്ങി നടക്കുന്നതല്ല, എൻ്റെ സ്നേഹം കിട്ടാഞ്ഞിട്ട് പിണങ്ങി നടന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്ക് കാരണമൊന്നും കാണാൻ പറ്റാത്തവർക്ക് അവരുടെയൊക്കെ എന്തൊക്കെയോ കാരണം കാണും. ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറിയ അവഗണനയോ അവരൊന്ന് പരിഗണിക്കാതിരുന്നതോ ഒന്ന് പുഞ്ചിരിക്കാതിരുന്നതോ എന്തൊക്കെയാണ് നമുക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തക്ക സമയത്ത് സഹായിക്കാതിരുന്നതോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ വിഷമിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്നു, ഒരു ആവശ്യവുമില്ലാതെ. അപ്പോൾ ഇങ്ങനെ പിണങ്ങി നടക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ സ്നേഹപൂർവ്വം നമുക്കൊരു വാക്ക് പറഞ്ഞാൽ എത്രയോ ആശ്വാസമാകും. പണമല്ല, ഒരു നല്ല വാക്കാണ് പലപ്പോഴും ആവശ്യം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജീവിതത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ടാഗോർ ഇങ്ങനെ എന്തോ മ്ലാനവദനായി പള്ളിക്കൂടം സ്കൂളിന് മുറ്റത്ത് നടക്കുകയാണ്. ഇരിക്കുക അടുത്ത് പോയിരുത്ത ഒരു മരത്തിൻ്റെ തണലിൽ. ഒത്തിരി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്, അത്യാവശ്യം കടന്നു പോകുന്നുണ്ട്, പലരും കടന്നു പോകുന്നുണ്ട്. ആരും അവനെ നോക്കുകയോ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരച്ഛൻ പോയി ഇത് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവനെന്താ പറ്റുന്നറിയാൻ വേണ്ടി തോളെ കൈയിട്ട് തട്ടിയിട്ട് വെച്ചു, രവി, വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? ആർ യു സിക്ക് ഓർ സംതിങ്? രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിരിക്കുന്നു. എനിക്ക് ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അച്ഛനെ ആയിരുന്നു, ഒരു ജെസ്യൂട്ട് ഫാദർ. ഈ അച്ഛൻ എനിക്ക് ഇഷ്ടം. കാരണം അച്ഛൻ്റെ തോളിൽ തട്ടിയിട്ട് വാട്ട് ഹാപ്പൻ ടു യു രവി, ആർ യു സിക്ക് ഓർ സംതിങ് എന്ന് ചോദിച്ചു. എൻ്റെ മേൽ ശ്രദ്ധ പതിപ്പിച്ചു. ഒരു പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിരിക്കും കാര്യം. എന്തോ സ്വല്പം ശ്രദ്ധ ആവശ്യമുണ്ട്, കാരുണ്യം ആവശ്യമുണ്ട്, അനുകമ്പ, ഒരു പരിഗണന. അതൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിലൊക്കെ പിണങ്ങി നടന്നു വരും. അല്ലെങ്കിൽ വല്ല കാരണവും കാണും. പൊതുവേ നമുക്കറിഞ്ഞുകൂടെ എന്തായിരിക്കും എന്നുള്ളത്. എങ്കിലും കണ്ടുപിടിക്കാൻ പരിശ്രമിക്കണം, ആശ്വസിപ്പിക്കണം, സ്നേഹിക്കണം. അത്ര തന്നെ. വളരെ നല്ല വിശദീകരണമാണ് പിതാവ് തന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ പല ഇടവകകളിലും ഒരു വിഭാഗം വിശ്വാസികൾ കരുതുന്നു ഇവിടെയൊക്കെ ധൂർത്താണ്. എന്തിനാണ് ഇത്രയധികം ധൂർത്ത് നടത്തുന്നത്? പ്രത്യേകിച്ച് തിരുനാളുകൾ പോലുള്ള കാര്യങ്ങളിൽ, ചില ആഘോഷങ്ങളിൽ ഒക്കെ അമിതമായ ധൂർത്തില്ലേ എന്ന് ചിന്ത പലർക്കും ഇടയിലുമുണ്ട്. എന്താണ് പിതാവിന് അതേക്കുറിച്ചുള്ളൊരു ആശയം? ഞാൻ ഈ അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശ്, ത്രിപുര എന്നീ അവിടെയുള്ള കുറേ മിഷനുണ്ട്, മിഷൻ പ്രവർത്തനം. അതൊക്കെ പോയി സന്ദർശിച്ചിട്ട് തിരിച്ചു വരും. എനിക്ക് വളരെ സന്തോഷമായി. അവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന ജോലി വളരെ ലളിതമായ, ഹമ്പിൾ, വിനീതമായ ജോലികൾ. ഇവിടെയൊക്കെ വലിയ വലിയ പദവികളൊക്കെ അലങ്കരിച്ചിരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെ അവിടെ ഏറ്റവും ലളിതമായിട്ട് സേവനം, ഏറ്റവും പാവപ്പെട്ടവർക്ക്. അത് കാണുമ്പോഴൊക്കെ വലിയ സന്തോഷം തോന്നുകയാണ്.
പക്ഷേ അവർക്കൊക്കെ ഒരു ഭവനം, ഒരു ഒരു ആരാധനയ്ക്കൊരു ഒരു സ്ഥലം, ഒരു കേന്ദ്രം എത്രയോ ലളിതമാണ്, വളരെ ലളിതമായിട്ട്. അപ്പം ഞാൻ ഓർത്ത് അവർക്ക് അതിനുള്ള പൈസയില്ല ഒരു കെട്ടിടം പണിയാനായിട്ട്. ഇവിടെ പണിയുന്ന പള്ളിയുടെ ഒരു ഗോപുരത്തിൻ്റെ പകുതി ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് ആവശ്യമുള്ള മൾട്ടിപ്പർപ്പസ് ഹോൾ പണിയാൻ സാധിക്കും. അവിടെ ഇത്രയും നമ്മുടെ ഈ കത്തോലിക്കരാകാനുള്ളവരും ആയിക്കൊണ്ടിരിക്കുന്നവരും ഇതുപോലെ കഷ്ടപ്പെടുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വലിയ ഗോപുരങ്ങൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആളുകൾക്ക് പോയി തീരുമ്പോൾ ആർക്ക് പോകും ഗോപുരങ്ങൾ? പിള്ളേരൊക്കെ പോവുകയാണ്, യുവജനങ്ങളൊക്കെ ഓരോ സങ്കേതം തേടി യൂറോപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുകയാണ്. അവർ തിരിച്ചിവിടെ വന്ന് താമസിക്കാൻ പോകുന്നു, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇതൊന്നും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം പണിത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ജനമെല്ലാം അക്കരെ പറ്റി കഴിഞ്ഞിരിക്കും. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഈ പണിയുന്ന ആ ഗോപുരങ്ങളിൽ സ്വല്പം ഒന്ന് മയം വരുത്തി മിതത്വം വരുത്തിയിട്ട് ആ പൈസ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പൈസ കൊണ്ടൊന്നും അവർക്ക് അവിടെ ആവശ്യമുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ പണിയുമായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സഹോദരൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ ധനവാനായ ലാസർ ഇവിടെ ധനവാൻ ഇവിടെ പിന്നെയും പണിതുകൊണ്ടിരിക്കുകയാണ്. ലാസറിൻ്റെ കഷ്ടപ്പാടൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യത്യാസം വരണമെന്നുള്ള ഈ ധൂർത്ത് അത് നമ്മുടെ എല്ലാ രംഗങ്ങളും കയറി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. കോവിഡ് വന്നത് നമുക്കൊരു രക്ഷയായി, കുറച്ചെല്ലാം മര്യാദ പഠിച്ചു. പക്ഷേ എങ്കിലും വീണ്ടും അത് നമ്മൾ ഇത് പറന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഡിന്നറുകൾ, സൽക്കാരങ്ങൾ, മാമോദീസായ്ക്കൊക്കെ സൽക്കാരം, നല്ല സംസ്കാരമാണെങ്കിലും വേണ്ടിയില്ലായിരുന്നു കൊടുക്കുന്നത്. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ കൊടുക്കുന്ന സാധനങ്ങളൊന്നും ഞാനൊരു പ്രാവശ്യം ഇവിടെ ഒരു ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് എനിക്ക് വേഗം ഒരു ഭക്ഷണം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു പൊക്കോളാൻ. ഞാൻ ചെയ്താൽ എത്ര തിരുതിയിട്ട് എന്നെ പറഞ്ഞു വിടുന്നത്. കാര്യം മനസ്സിലായി. ഞാൻ കാണാൻ കൊള്ളില്ലാത്ത എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഡ്രിങ്ക്സ് അവർക്കൊക്കെ ഉള്ള പ്രത്യേകമായിട്ട് അവിടെ അങ്ങനെയുള്ളവർക്ക് അവിടെ സ്ഥാനമുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോക്ക്. ഇത് ശരിയായിട്ടൊരു പോക്കല്ല. നമുക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ, മിഷനോട് സ്നേഹം, സഭയോടും മിഷനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്വല്പം ത്യാഗം സഹിക്കേണ്ട ആവശ്യമില്ല. ഒരു വേദനയും സഹിക്കാതെ തന്നെ അവരെ സഹായിച്ച് നമ്മുടെ ധൂത്തിൽ നമ്മൾ രക്ഷപ്പെടുകയും അവരവരുടെ നീടിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. ശരിയാണ് പിതാവ്. നമ്മുടെ വീടുകളിലെ വിരുന്ന് ആഘോഷങ്ങൾ, പങ്കുവയ്ക്കലിൻ്റെ ഒരു ആശയം, യേശു നമ്മളെ പഠിപ്പിച്ച പങ്കുവയ്ക്കലിൻ്റെ ആശയം മറന്നു പോകുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ പിതാവ് പലപ്പോഴും പ്രസംഗങ്ങളിൽ പറയും യുവാക്കൾ നമ്മുടെ സമൂഹത്തിൻ്റെ സഭയുടെ കരുത്താണ്. ഈ യുവാക്കൾ ഇപ്പോൾ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം നേടിയാലും അവർക്ക് സർക്കാർ ജോലികളിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല. സർക്കാർ ജോലി ലഭിക്കാനായിട്ടുള്ള പരീക്ഷകളിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ അവർ ലഹരിക്കണിയുടെ ഭീഷണിയിലുമാണ്. എന്താണ് പിതാവ് ഈ യുവാക്കളോട് പറയാനുള്ളത്? പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 92 വർഷങ്ങളിൽ ഏത് കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും എനിക്ക് സന്തോഷവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടായിരുന്നത്? ഞാൻ നോക്കുമ്പോൾ ദൈവമേ, എനിക്ക് ഏറ്റവും സന്തോഷമൊക്കെ തരുന്നത് എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. വളരെ സജീവത്വമുള്ള കഴിവുകളുള്ള ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ദൈവം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നൊരു കാര്യമില്ല, ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത്. അങ്ങനെ എങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ യുവത്വത്തിൻ്റെ കാലഘട്ടം എനിക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനും വിനിയോഗിക്കാനും സാധിച്ചു. കാരണം ഞാൻ സെമിനാരിലായിരുന്നു, എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി. നല്ല ഗുരുഭൂതന്മാരും അതുപോലെ നല്ല സഹപാഠികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും, അങ്ങനെ എന്തോ ഒരു വലിയൊരു പ്രത്യേകതയുടെ ആവേശത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സാഹചര്യമാണ് എനിക്ക് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ മേലധികാരികളും മറ്റൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തരാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാലഘട്ടം ഏറ്റവും സുന്ദരമായിട്ട് ചെലവഴിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് യുവജനങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പം 92 വയസ്സായൊരു മനുഷ്യൻ, ഈ ജീവിത കാലഘട്ടം മുഴുവനും വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യൻ പറയുകയാണ്, ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് യുവജനങ്ങൾ.
ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലൊരു കാലഘട്ടം കിട്ടാൻ പോകുന്നില്ല. യേശു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ആ നസറത്തിലെ സിനഗോഗിൽ വന്നിരുന്നുകൊണ്ട് കർത്താവിൻ്റെ അരൂപിൻ്റെ മേലുണ്ട്, പാവങ്ങൾക്ക് സുവിശേഷ പ്രഘോഷിക്കാൻ അഭിഷിക്തനായിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും മന്ത്രക്കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഇത് യേശുവിനെക്കുറിച്ച് തന്നെയാണ് ഈ വേദവാക്യങ്ങൾ. ഈശ്വരാണ് ഇന്ന് ഈ വാക്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. എനിക്ക് സവിശേഷമായ ആ വർഷമാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ 30-ാം വയസ്സ് യൗവനത്തിൻ്റെ പൂർണ്ണതയിൽ വന്നിരുന്ന് പറയുന്ന കഥയാണിത്. അപ്പോൾ യൗവനത്തിൻ്റെ ആ പൂർണ്ണത, അനുഗ്രഹിക്കപ്പെട്ട വർഷമാണത്. നിങ്ങളുടെയൊക്കെ ആ ജീവിതം ഇപ്പോഴും ആ യുവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന ആ മത്സരമാണ്. അത് 10 വർഷമാകാം, 20 വർഷമാകാം, കൂടുതൽ കുറവാകാം. പക്ഷേ അങ്ങനെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളെ, ഈ മത്സരം, ഈ യുവത്വത്തിൻ്റെ കാലഘട്ടം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. പഠിക്കേണ്ട കാലത്ത് പഠിക്കണം, ഉത്സാഹിക്കണം. നമ്മുടെ യാത്രയിൽ നമ്മളെ ചതിക്കാൻ നോക്കിയിരിക്കുന്നതിൽ നമ്മൾ രക്ഷപ്പെടണം. ഒത്തിരി ചതിവ് അവിടെ ഇവിടെയുമുണ്ടെന്ന് നമുക്കറിയാം. പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മയക്കുമരുന്നുകളും മറ്റ് ലഹരികളുമെല്ലാം നമ്മളെ നോക്കിയിരിക്കുകയാണ്. എവിടെ നമ്മളെ വീഴ്ത്താം എന്ന് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അപകടങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ കൈവശമുള്ള ഒരു സാധനമുണ്ടല്ലോ, മൊബൈൽ ഫോൺ. അതിൽ ജീവനും മരണവും ഒളിച്ചു വച്ചിരിക്കുന്നു. നമ്മളേതാ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മുടെ തിരഞ്ഞെടുക്ക് നമുക്ക് കിട്ടും. ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ ആത്മഹത്യ. ഇതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിൽ ചാടും. നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവിനോട് കൂടി നടക്കാം. കർത്താവ് കൈ നീട്ടിത്തരുന്നു, കൈപിടിച്ച് നമുക്ക് നടക്കാം. അതുപോലെ നമുക്ക് പരിശുദ്ധ അമ്മയും കൂട്ടുപിടിക്കാം. അമ്മയുടെയും ഈശോയുടെയും കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് നല്ല ഭാവിയുണ്ട് എന്നുള്ളതിനൊരു സംശയമില്ല. കോവിഡ് മൂലം അടച്ചുപൂട്ടലിൻ്റെ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 2 വർഷമായിരുന്നത്. ദേവാലയങ്ങളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. വിശ്വാസികളെല്ലാം ഓൺലൈനിലൂടെ കുർബാന കാണുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ദേവാലയങ്ങളെല്ലാം തുറന്നു, കൂടുതൽ പേർ പള്ളികളിൽ എത്തുന്നുണ്ട്. എങ്കിലും വളരെ കുറച്ച് പേർ ദേവാലയങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴും അവർ ഓൺലൈനിൽ തന്നെ തുടരുകയാണ്. ഇവർ കൂടി ദേവാലയങ്ങളിലേക്ക് വന്ന് കൂട്ടായ്മയുടെ കുർബാന, കൂട്ടായ്മയുടെ പ്രാർത്ഥന, കൂട്ടായ്മയുടെ സങ്കീർത്തനം, അതിലേക്ക് വന്നു ചേരേണ്ടതല്ലേ? എന്താണ് പിതാവ് അതേക്കുറിച്ച് പറയുന്നത്? ഞാൻ US ഒരു ഇടവകയുടെ കാര്യവർക്കാണ്. നമ്മുടെ ആളുകൾക്ക് ഒരു 100 വീട്ടുകാരുള്ള ഒരു ഇടവക. ഇപ്പം ചിക്കാഗോയിൽ വിക്കർ ജനറലായിരിക്കുന്ന അച്ഛൻ നടത്തിയ പാരിഷ, ഇപ്പം അച്ഛൻ്റെ പേര് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോയി. അദ്ദേഹം ചെയ്തത് ആളിലേക്ക് വിളിച്ചു കൂട്ടി, പിള്ളേരെ കാറ്റഗീസിന് വിളിച്ചു. പിള്ളേരൊക്കെ വന്നു. കാറ്റഗീസം നല്ല സജസ്സമായിട്ട് നടത്തി. പിറ്റേ ഞായറാഴ്ച വന്നപ്പം കാറ്റഗീസം മാത്രമല്ല, ഒരു ചെറിയ അഗാപ്പെ, ഒരു ചെറിയ വിരുന്ന്. അതിൻ്റെ പിറ്റേ ദിവസം വിരുന്ന് മാത്രമല്ല, ചെറിയ കളി എന്നൊക്കെ. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹരമായി. അവിടെ പള്ളിയിൽ വരണം നിർബന്ധമായി. അപ്പോൾ ഞായറാഴ്ച നോക്കിയിരിക്കുകയാണ് ഇവിടെ വന്ന് ഈ കൂട്ടായ്മയിലേക്ക് ചേരാനായിട്ട്. ആ ദൂരെ നിന്നവരൊക്കെ ആ പള്ളിയുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ മനോഹാരിത കണ്ട് എല്ലാവരും പള്ളിയിലേക്ക് തിരിച്ചു വന്നു, അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മയിൽ ഇത് വന്നിട്ട് പോയിട്ടുള്ളവരുടെയൊക്കെ അടുത്തേക്ക് നമ്മുടെ പാവം നല്ല മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞാലും ഇത്രയ്ക്കുള്ള ഒരു പരിമിതിയുണ്ട് അവരുടെ പണക്കത്തിനൊക്കെ. പോയി ഒരു നല്ല വികാരിച്ചനാണുള്ളതെങ്കിൽ അവരുടെ പുറകെ പോകുന്ന ഇടയൻ, ആടുകളെ തേടിപ്പോകുന്ന ഇടയൻ, ആടുകളുടെ മണമുള്ള ഒരു ഇടയൻ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകില്ല. പിന്നെ അക്കൂടെ നമ്മുടെ റിലീജിയസും സിസ്റ്റേഴ്സും ജനമൊക്കെ ഒന്നിച്ച് പാരിഷ് കൗൺസിൽ എല്ലാവരും ഒന്നിച്ച് പോവുകയാണെങ്കിൽ ആരാ വരാതിരിക്കുന്നത്? അവരൊക്കെ വരും. എനിക്ക് തോന്നുന്നില്ല ഏതൊരു വലിയ പ്രശ്നമായിട്ട് വരുമെന്ന്. എല്ലാവരും വന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നല്ല സമൂഹമായിട്ട് തീരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. വളരെ മനോഹരമായി ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ, ഹൃദയത്തിൽ തൊടുന്ന കുറേ സന്ദേശങ്ങൾ ദർശനങ്ങൾ നമ്മളോട് പങ്കുവെച്ച അഭിവന്ദ്യ തൂങ്കുഴി പിതാവ്, മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്,
അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ സുവർണ ജൂബിലി വർഷമാണിത്. അദ്ദേഹത്തിന് ഷാലോം ടി വിയുടെയും പ്രേക്ഷകരുടെയും എല്ലാം സ്നേഹ ആശംസകൾ, പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ഇതുവരെ നമ്മളോട് നല്ല കാര്യങ്ങൾ പങ്കുവച്ച പിതാവിന് പ്രത്യേകം നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു ഫ്രാങ്ക്. എന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച ഫ്രാങ്കോയ്ക്ക് ഞാൻ വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ഷാലോം ടി വിയോടുള്ള കടപ്പാട് പ്രത്യേകം അറിയിക്കുകയാണ്. ഒത്തിരി സ്നേഹിക്കുന്ന നല്ല ടി വിയാണ് ഷാലോം ടി വി. അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് പോകുന്ന ഇനിയും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം, ദൈവത്തിന് സ്തുതി.